ശ്രീലക്ഷ്മിയാണ്. ഞാനൊരു BJP അനുഭാവിയാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി എപ്പോഴും പറയുന്ന ഒരാളാണ് ഞാൻ. BJP എന്ന പാർട്ടിയെ കുറിച്ച് നന്നായി പഠിച്ച് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി അതിന്റെ തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് BJP എന്ന പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എന്റെ ദീർഘകാല ജീവിതത്തിൽ പോലും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇല്ല. അതുണ്ടാകരുത് എന്ന് തന്നെ വിശ്വസിച്ച് എന്റെ ഫാമിലിയാണ് എന്റെ ഏറ്റവും വലുത് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയുമാണ് ഞാൻ. പക്ഷേ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ എന്റെ ഭരണകൂടത്തിനെതിരായി എനിക്കുണ്ടെങ്കിൽ അതെനിക്ക് പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ളത്. പക്ഷെ ഇനിയിപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം കേട്ട് എന്റെ പാർട്ടി മാറ്റാനൊന്നും ആരും നിൽക്കണ്ട കേട്ടോ. ഞാൻ ഒരു വ്യക്തിപ്രഭാവത്തിന്റെയും അടിസ്ഥാനത്തിലല്ല BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. ഞാൻ പാർട്ടിയെ പഠിച്ച് മനസ്സിലാക്കിയ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ആശയങ്ങളും തത്വങ്ങളും എന്ന് BJPയിൽ നിന്ന് അന്യം നിന്ന് പോകുന്നു അന്ന് മാത്രമേ ഞാൻ ഈ പാർട്ടിയിലുള്ള വിശ്വാസത്തെ കെടുത്തി കളയുള്ളൂ. അതുകൊണ്ട് അതിന് ആർക്കും പറ്റില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഈ പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി സഖാവിനെ എവിടെയോ കിടന്നൊരുത്തം വന്നിട്ട്, ആ ഒരുത്തൻ തന്നെ ഞാൻ വളരെ ബോധത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച് വീഡിയോ ചെയ്യാറില്ല. പക്ഷെ ഇത് ഞാൻ ബോധത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. ഒരുത്തൻ വന്നിട്ട് പറയാണ്, പോ മോനെ വിജയാന്ന്. അത് കേട്ട് കൈയടിക്കുന്ന ഒരു അന്തം കെട്ട ഒരു രാഷ്ട്രീയം ഒന്നും എന്റെ തലയിലില്ല. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നമുക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ, വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ മാറ്റി മറ്റുള്ള ആൾക്കാരെ ആ സ്ഥാനത്ത് വെക്കേണ്ട ഇലക്ഷൻ വരുന്നുണ്ട്. നമുക്ക് അത് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ പിന്തുടർച്ചാവകാശമുള്ള രാജഭരണമൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്കോ അല്ലെങ്കിൽ എന്റെ ചുറ്റും നിൽക്കുന്ന 10 പേർക്കോ അദ്ദേഹത്തെ ഇഷ്ടമില്ലെങ്കിൽ അതിനേക്കാൾ 15 പേർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ആ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ആ പോസ്റ്റിൽ കൊണ്ടിരുത്തിയത്. അതായത് ജനങ്ങൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു വേർഡാണ്. ഞാനും നിങ്ങളും എല്ലാം അതിൽ പെടുന്നവരാണ്. എനിക്കിഷ്ടമില്ലെങ്കിൽ എന്നെ പോലുള്ള മറ്റു ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ ബഹുമാനിക്കേണ്ടത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്റെ ധാർമ്മികതയാണ്. അത് ഞാൻ പാലിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന എവിടെ കിടക്കുന്ന ആള് പോ മോനെ ദിനേശ് അല്ലെങ്കിൽ പോ മോനെ വിജയ എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര മാസം. അതിനുള്ള മറുപടിയായി അദ്ദേഹം ഡാഷ് മോനെ മറുപടി പിന്നാലെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ധാർഷ്ട്യവും എങ്ങനെയായി? നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ പറ്റി നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ പറ്റി നമ്മൾക്കിടയിൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളോ സ്വത്ത് തർക്കങ്ങളോ തല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയോ എന്തോ ആവട്ടെ, പക്ഷെ നമ്മളൊരു കുടുംബമാണ്. കേരളം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. അതിനകത്തിരിക്കുന്ന ഒരാളെ വെളിയിൽ നിന്ന് വന്ന് ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞാൽ കൈ കെട്ടി നിൽക്കാൻ പാടില്ല. അത് ചെയ്യാൻ പാടില്ല തന്നെ. അതുകൊണ്ട് അങ്ങേരാ പറഞ്ഞതിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതൊക്കെ അങ്ങേരെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് തന്നെയാണ് BJP അനുഭാവിയായ എന്റെ ഒരു മനസ്സിലുണ്ടായിട്ടുള്ള കാര്യം. പാർട്ടിയൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതികായന്മാരായ കാർന്നോമാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളിൽ ഒരാൾ തന്നെയാണ് ശ്രീ പിണറായി സഖാവ്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ, അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ, അദ്ദേഹത്തിന്റെ ചെലവുകളിൽ, ദൂർത്തുകളിൽ ഒക്കെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള, വിമർശിക്കണം അല്ലെങ്കിൽ വിമർശിച്ചിട്ടുള്ള, പ്രതിഷേധിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ അദ്ദേഹം എന്ന വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അത് ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. ഈ പറഞ്ഞ ഈ ശബരിനാഥ് സാറിനോട് എനിക്ക് വളരെ സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ കഴിഞ്ഞ മേയറുടെ ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു, നഗരസഭയുടെ വികസനത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. പാർട്ടിയും ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല. ഒരു നഗരസഭയുടെ വികസനമാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ആ വർത്തമാനം കേട്ടപ്പോ ശരിക്കും ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരനാണല്ലോ അദ്ദേഹം എന്ന അഭിമാനമാണ് തോന്നിയത്. പക്ഷെ ഇന്നലത്തെ ആ ഒരു സമയത്ത് തട്ടഹസിച്ച് എവിടെയോ കിടന്നവൻ സംസാരിക്കുമ്പോ ചിരിച്ച് മയങ്ങി കുഴയുന്ന കണ്ടപ്പോ എനിക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ, സാറേ അങ്ങേക്ക് ധാർമ്മികത എന്നൊന്നില്ലേ? താങ്കളുടെ അച്ഛന്റെ പ്രായമുള്ള അല്ലെങ്കിൽ താങ്കളുടെ അച്ഛനോടൊപ്പം എനിക്ക് തോന്നുന്നു ഇവരൊക്കെ സഹപ്രവർത്തകരായിരുന്ന ആൾക്കാരാണ് ഈ പിണറായി സഖാവും കാർത്തികേയൻ സാറും ഒക്കെ. എങ്ങനെ ഇതിനൊക്കെ തട്ടഹസിച്ച് ചിരിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ്. ഒരാളെ നമ്മൾ എതിർക്കുമ്പോൾ രാഷ്ട്രീയപരമായി എതിർക്കാം, ആശയപരമായി എതിർക്കാം. അതല്ലാതെ വ്യക്തി അധിക്ഷേപം പാടില്ല. അത് തെറ്റാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവർ എത്ര പേര്, ഈ കമ്മ്യൂണിസ്റ്റുകാർ എത്ര പേരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, എത്ര പേരെ മോശം പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ശ്രീലക്ഷ്മി കണ്ടിട്ടില്ലേന്ന്. ഞാൻ എന്തിന് കാണണം? എന്റെ മുന്നേയുള്ള വീഡിയോസ് നിങ്ങളൊക്കെ എടുത്ത് നോക്ക്. എന്റെ പൊന്നെ, എന്റെ അമ്മയ്ക്കും മുത്തിക്കും കുഞ്ഞമ്മയ്ക്കും തുടങ്ങി എല്ലാവർക്കും തെറിയും അശ്ലീലമാണ് എഴുതി വെച്ചിരിക്കുന്നത്. വെളിയിൽ ആരെയും പോയി നോക്കേണ്ട കാര്യമില്ല. എന്റെ ടൈം ലൈനിൽ തന്നെ നോക്കിയാൽ മതി. കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരയാ ഞാൻ. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റുകളുടെ ഇര ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ ഞാൻ അതിന്റെ അടിയിൽ നിന്ന് ഞാൻ പേടിക്കുന്നില്ല. ഞാൻ അടിച്ചെന്ന് കമന്റ് ഇത് നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ച് കമന്റ് ചെയ്താൽ മതി എന്ന് പറയും. ഇപ്പോഴും അത് തന്നെ പറയുള്ളൂ. അവരുടെ നിലവാരത്തിനനുസരിച്ച് കമന്റ് ചെയ്യുക. ഇത് എന്റെ നിലവാരമാണ്. ആസ് എ പേഴ്സൺ എന്റെ നിലവാരമാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവര് വളരെ ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാരായത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കരുത് കേട്ടോ. അവരുടെ ഏറ്റവും വലിയ ഇരയായി ഞാൻ. ഇനിയിപ്പം വൈകുന്നേരം ഞാനൊരു BJP സപ്പോർട്ട് ചെയ്തൊരു പോസ്റ്റ് ഇടട്ടെ, എനിക്ക് കിട്ടാൻ പോണ തെറി നിങ്ങൾ കാണണം. സത്യം പറഞ്ഞാൽ എഴുത്തച്ഛൻ ഞെട്ടിപ്പോവും. അങ്ങനത്തെ തെറികളാ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു വശത്തൂടെ നടക്കും ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം മാത്രമല്ല നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ അധികായന്മാരുടെ ലിസ്റ്റ് എടുത്ത് നിരത്തി വെക്കുമ്പോൾ അതിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് പിണറായി സഖാവ്. അതുകൊണ്ട് രേവന്ത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഏവനോ ഒരുത്തം വന്ന് ഓ മോനെ വിജയ എന്ന് പറയുമ്പോൾ അത് കേട്ട് അട്ടഹസിക്കുന്ന അല്ലെങ്കിൽ കൈയടിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ ശക്തമായ പ്രതിഷേധമാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഈ രേവന്ത് എന്ന് പറഞ്ഞവൻ അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കാരണവന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ അങ്ങ് വിളിച്ചോണ്ടാ മതി. ഞങ്ങളുടെ പിണറായി സഖാവിനെ എന്നല്ല, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയക്കാരെ എന്നല്ല, രാഷ്ട്രീയക്കാരെയും വികസന പ്രവർത്തനങ്ങളിൽ വർത്താനം പറയാനും ഒന്നും വെളിയിൽ നിന്നുള്ള ഒരുത്തന്റെയും സേവനം നമുക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വളരെ മിടുക്കരായിട്ടുള്ള എതിർ പാർട്ടിയിലുള്ള ആൾക്കാർ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ തമ്മിൽ ആയിക്കോളാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പോസ്റ്റ് അല്ല, മറിച്ച് ധാർമ്മികപരമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഈ രേവന്ത് റെഡ്ഡി എന്ന് പറഞ്ഞവന്റെ വാക്കുകളെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. ഇതിന്റെ പേരിൽ ഇനി എനിക്ക് എന്തൊക്കെ തെറിയാണ് കിട്ടാൻ പോണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ വൈകുന്നേരം എന്റെ ഒരു BJP യുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കീഴെ വന്നിട്ട് എന്റെ അമ്മയ്ക്ക് മുത്തിക്കൊക്കെ വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ശരി.